നമസ്കാരം. UQ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC +2 പരീക്ഷകൾക്ക് തുടക്കമായി. വേനലും വേനൽ മഴയും എത്തി. എവിടെയും എത്താതെ കുടിവെള്ളം. ഞാൻ സീമ രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. ഇക്കൊല്ലത്തെ SSLC +2 പരീക്ഷകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിൽ. ഈ വർഷത്തെ SSLC പരീക്ഷകൾക്ക് തുടക്കമായി. ഈ വർഷവും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ. തിങ്കളാഴ്ച ജില്ലയിൽ പരീക്ഷ എഴുതാനെത്തിയത് 79,554 വിദ്യാർത്ഥികൾ. ജില്ലയിൽ 260 കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. ഒന്നാം ഭാഷയാണ് തിങ്കളാഴ്ച നടന്നത്. ആദ്യ പരീക്ഷ വളരെ എളുപ്പമാണെന്നും വരും ദിവസങ്ങളിലെ പരീക്ഷകൾ പ്രയാസത്തിന്റേതാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പരീക്ഷ നല്ല എളുപ്പമായിരുന്നു, നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയുള്ള എക്സാമാണ് ഭയങ്കര ടഫ്. പരീക്ഷ തുടങ്ങിയതോടെ കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലേക്ക് ടെൻഷൻ കുറയ്ക്കാൻ വിളികളാണ്. കുട്ടികളെക്കാളേറെ മാതാപിതാക്കൾക്കാണ് ടെൻഷൻ. SSLC പരീക്ഷയുടെ ക്രമീകരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂളിനോട് ചേർന്ന് UP LP വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. UP ക്ലാസുകളിലെ പരീക്ഷകൾ 24 മുതൽ 5 ദിവസങ്ങളിലായി നടക്കും. ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കാതെ വാട്ടർ അതോറിറ്റി. വരൾച്ചയിൽ നട്ടം തിരിഞ്ഞ് പൊതുജനങ്ങൾ. വേനൽ കടുത്തു തുടങ്ങിയതോടെ ജല അതോറിറ്റിയുടെ ഒളിച്ചുകളി തുടങ്ങി. മിക്കയിടങ്ങളിലും ജല അതോറിറ്റിയുടെ വെള്ളം എത്തുന്നില്ലെന്നാണ് പരാതി. പലപ്പോഴും വെള്ളം ലഭിക്കാത്തതിനാൽ ജനം വലയുകയാണ്. വെള്ളം ഉപയോഗിക്കേണ്ടവർ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടിയാകുമ്പോൾ ദുരിതം ഇരട്ടിയാവുകയാണ്. വെള്ളക്ഷാമം കൂടുതൽ രൂക്ഷമാകുന്നത് കോളനികളിലാണ്. വെള്ളമെടുക്കാൻ നീണ്ട ക്യൂവാണ് താൽക്കാലികമായി വെള്ളമെത്തിക്കുന്ന വാഹനങ്ങളുടെ അടുത്ത് അനുഭവപ്പെടുന്നത്. ഇതിൽ തന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് വെള്ളം എത്തിക്കുമ്പോൾ അവർക്ക് വെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. പൈപ്പുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്തും വെള്ളം ലഭിക്കാത്തതും ദുരിതത്തിന് കാരണമാകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പോളിംഗ് സ്റ്റേഷൻ സംയോജനം, പുനർക്രമീകരണം എന്നിവ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്നു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ പ്രതിനിധി, നഗരസഭ ഭരണാധികാരികൾ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുത്തു. KMSRA CITUവിന്റെ ആഭിമുഖ്യത്തിൽ പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ പ്രതിഷേധ റാലി നടന്നു. വിലക്കയറ്റം നിയന്ത്രിക്കുക, തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കുക, പെട്രോൾ ഡീസൽ വില വർധനവ് പിൻവലിക്കുക, കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് സേവ അവസാനിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള മെഡിക്കൽ സെയിൽസ് ആൻഡ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച റാലി ചെറുകാട് കോർണറിൽ സമാപിച്ചു. ജില്ലാ സെക്രട്ടറി EP ഷിബു, മേഖലാ സെക്രട്ടറി M രതീഷ്, പ്രസിഡന്റ് മണികണ്ഠൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MM സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിന്തൽമണ്ണ താലൂക്കിൽ റേഷൻ കാർഡ് പുതുക്കൽ ചൊവ്വാഴ്ച മുതൽ നടക്കും. പെരിന്തൽമണ്ണ താലൂക്കിലെ റേഷൻ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ച ഫോട്ടോ എടുക്കലാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നത്. എടപ്പറ്റ, മങ്കട, മേലാറ്റൂർ, കീഴാറ്റൂർ, ആലിപ്പറമ്പ് എന്നീ പഞ്ചായത്തുകളിലെ റേഷൻ കടകളിലെ ഫോട്ടോ എടുപ്പിക്കലാണ് 13 വരെ നടക്കുക. ഫോട്ടോ എടുപ്പ് കേന്ദ്രങ്ങൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രവർത്തിക്കും. കാർഡിൽ ഉൾപ്പെട്ട മുതിർന്ന വനിതാ അംഗം, തിരിച്ചറിയൽ രേഖകളിലൊന്നും, റേഷൻ കാർഡ് പൂരിപ്പിച്ച അപേക്ഷാ ഫോം എന്നിവയുമായി അതത് ദിവസങ്ങളിൽ ഫോട്ടോ എടുപ്പ് കേന്ദ്രങ്ങളിൽ ഹാജരാകണമെന്ന് പെരിന്തൽമണ്ണ താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. പെരിന്തൽമണ്ണയിൽ ഇന്നു മുതൽ നടത്താനിരുന്ന മണൽ വാഹനങ്ങളുടെ ലേലം മാറ്റി. മാർച്ച് 9 മുതൽ പെരിന്തൽമണ്ണയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന മണൽ വാഹനങ്ങളുടെ ലേലമാണ് മാറ്റിവെച്ചത്. അനധികൃതമായി മണൽ കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത നിരവധി വാഹനങ്ങളാണ് പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും സബ് കളക്ടർ അമിത് മീണ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC +2 പരീക്ഷകൾക്ക് തുടക്കമായി. വേനലും വേനൽ മഴയും എത്തി. എവിടെയും എത്താതെ കുടിവെള്ളം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.